അടിസ്ഥാന ജനവിഭാഗങ്ങളെയും അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയും സമരങ്ങളിൽ പങ്കാളികളാക്കുന്നതിലും ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കുന്നതിലും പരാജയപ്പെട്ടു. പുതിയ കാലത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് ഇടതു നയങ്ങൾ പുനഃക്രമീകരിക്കേണ്ടി വരുമെന്നും കാരാട്ട് അഭിപ്രായപ്പെട്ടു. വിവിധ ജനവിഭാഗങ്ങളുടെ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും മുദ്രാവാക്യങ്ങളും സമരങ്ങളും തമ്മിൽ വിടവുണ്ടായെന്നും കാരാട്ട് വിശദീകരിച്ചു. മുതലാളിത്ത നയങ്ങൾ പിന്തുടരുന്ന പ്രാദേശിക കക്ഷികളുമായി മുന്നണിയുണ്ടാക്കിയത് ഇടതുപക്ഷത്തിന്റെ വിശ്വാസ്യതയെയും അസ്തിത്വത്തെയും ബാധിച്ചു. ഇടതുബദൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലും പരാജയപ്പെട്ടതായും കാരാട്ട് അഭിപ്രായപ്പെട്ടു. Politically develop their understanding or support for a left platform. What is the weaknesses and what are the shortcomings in the left platform and the left vision that we are putting forth? That is something which we are going to seriously examine. യുവാക്കളും ഇടത്തരക്കാരുമായി ഇടതുപക്ഷത്തിന് അകൽച്ചയുണ്ടാകുന്നതും പരിശോധിക്കും. തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി തെറ്റുകൾ തിരുത്തും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുക്കം തുടങ്ങണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളെയും കാരാട്ട് വിമർശിച്ചു. മീഡിയ 1 തൃശൂർ.